ഇന്നൊരു ചാലഞ്ച് നടത്താൻ പോവാണ്. ചാലഞ്ചില്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ചാലഞ്ച് നടത്താൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കില്ല, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എൻ്റെ ഡ്രീം ആയിട്ടുള്ള സംഭവങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഇവിടെ പിന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോ നമുക്ക് അതെടുക്കണം. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇതും ഈ ജേർണൽ സെറ്റും പിന്നെ ഇത് രണ്ടും എടുത്തിട്ട് വന്നു. അപ്പോൾ ഈ രണ്ടും കൂടി അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നല്ല അൺബോക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇവിടെ ലോട്ടുകളുണ്ട്, അത് കുലുക്കിയിട്ട് ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾ നോക്കാം. അപ്പോൾ ഇതാ ഒരു ചീറ്റിംഗ് ലെഗ്സ്. അപ്പോൾ നമ്മൾ ലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നും തുറക്കുക. ഇതിൻ്റെ ഓരോരോ പേര് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ വരുമ്പോൾ ഇതാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു യൂണിക്കോൺ സെറ്റ് മാർക്കറാണ് ഉണ്ടായത്. അവിടെ ഇങ്ങനെ കുറേ പല കളറുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം വരുന്നത്. പിന്നെ വരുന്നതാണ് ഈ ഒരു ജേർണൽ സെറ്റ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഉള്ളതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഡയറി ആണ് പിന്നെ ഉള്ളത്. പിന്നെ ഒരു പാസ്റ്റേർഡ് ആയിട്ടുള്ള നല്ലൊരു ക്യൂട്ട് മാർക്കർ. അപ്പോൾ എന്താ പറയുക, ഇതാണ് എൻ്റെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ലോട്ട് ഇട്ടിട്ട് ഒന്ന് തീരുമാനിക്കാം എന്തൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെറ്റല്ലേ. അപ്പോൾ ഗീസ് ഒന്നുമില്ല ഈ ലോട്ട്, ഞാൻ ഒരു വരച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ലോട്ട് ഇടാം അല്ലേ. ഞാൻ നന്നായിട്ട് മിക്സ് ആക്കട്ടെ. എനിക്കൊന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഞാൻ മര്യാദയ്ക്ക് മടക്കി വെച്ചിട്ടുള്ളത്. ഇത് ഒന്ന് ഫസ്റ്റ് എടുക്കാം. ഞാൻ ഇത് ഈ ഒരു മാർക്കറാണ് ഫസ്റ്റ്. ഞാൻ അതിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു മാർക്കറാണ് ഗേസ് കിട്ടി. ഞാൻ ഇതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. വായിക്കാൻ അത്രയും ഇത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഫസ്റ്റ് എനിക്ക് അത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ലോട്ട് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഒന്ന് എടുത്താളോ. അപ്പോൾ ഗേസ് എല്ലാം ഇതിൻ്റെ അൺബോക്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മാർക്കറാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിനെന്താ ഒരു പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിൽ ആർട്ടും ചിത്രം വരയ്ക്കാൻ നല്ല ഗേസ്. ഈ ജേർണലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുത്തി വരഞ്ഞെടുക്കുക. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാർക്കറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ട്. അത് ഞാൻ പൂട്ടി വെക്കട്ടെ, അല്ലെങ്കിൽ ഇതാവില്ല, അല്ലെങ്കിൽ പോയിപ്പോ മാർക്കർ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഗീസ് ഇത് ഓപ്പൺ ആക്കി കാണിച്ചില്ല. ഇത് ഓപ്പൺ ആക്കിയിട്ട് പല ഷെയ്ഡ് കളേഴ്സ് ഉണ്ട്. ഏറ്റവും ഫേവറേറ്റ് ആയി പിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് പെർപ്പിൾ എടുത്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കളർ വരുന്നത്. നല്ല ലൈറ്റ് സ്മൂത്ത് കളറാണ്, നല്ല കളറാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ മാർക്കറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല കളേഴ്സാണ് ഇതിന് വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്കർ. ഇതിനൊരു കീ ചെയിൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ കീ ചെയിൻ തൂങ്ങിക്കിടക്കുന്നത്. അത് എന്താ പറയുക, അത് പൊട്ടിപ്പോയി. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് അൺബോക്സ് ചെയ്യും. ഇത് നമുക്ക് അവിടെ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ലോട്ട് ഇടാം അല്ലേ. അപ്പോൾ അടുത്ത ലോട്ട് നമുക്ക് നോക്കാം. എനിക്കൊന്നും അറിയില്ലേ, ഇതിനകത്തുള്ള പോലെ അറിയില്ല. അപ്പോൾ ഗേസ് നമുക്ക് ഇതാ നോക്കാം. ഓക്കെ, ഇതെടുക്കാം നോക്കാം. എനിക്കൊന്നും അറിയില്ല. ജേർണൽ സെറ്റ്, ജേർണൽ സെറ്റ് കിട്ടി. അപ്പോൾ ഇതവിടെ വയ്ക്കാം. ജേർണൽ സെറ്റ് വഴി ഇതല്ലേ. ജേർണൽ സെറ്റ് എവിടെ ഇതല്ലേ ജേർണൽ സെറ്റ് ആയതല്ലേ. ഇത് ജേർണൽ സെറ്റ് അതാണ് അവിടെ. ഇനി നമുക്ക് 3 ഇരുന്നു. ഫസ്റ്റ് ജേർണൽ സെറ്റ് അൺബോക്സ് ചെയ്യാം. ഇത് ഒരു ജേർണൽ സെറ്റ്, നല്ല ക്യൂട്ടായിട്ടുള്ള ജേർണൽ സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഞാൻ ഫുൾ എനിക്ക് ഡീപ്പായിട്ടുള്ള സംഭവങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ നോക്കില്ല കുഞ്ഞു സാധനങ്ങൾ. പിന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ട്. ഇതായിട്ട് ഒരു പേപ്പറാണ്, അതൊക്കെ നോക്കണേ. ഇതിനകത്തുള്ള ക്യൂട്ടായിട്ട് സംഭവം കാണിച്ചതാണ്. ഇതിലന്ന് ഞാൻ വീഡിയോ കാണിച്ചാണ്. ക്യൂട്ടാണ്. ഇത്ര സാധനം എൻ്റെ അടുത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തൊരു ഇതുള്ളത്. ഇത്രയും അപ്പോൾ ഇത് നിൽക്കുന്നത്. ഇത് പെട്ടെന്ന് ഇതാക്കുമ്പോൾ അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ ഇല്ലെങ്കിൽ സാധനം. അപ്പോൾ നമ്മൾ ജേർണൽ സെറ്റിങ്ങിൻ്റെ വരുന്നത് ഇത് ബാക്കിലാണ്. കുറച്ച് എഴുത്തൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ വരച്ചാണ്.
വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ഞാൻ അയ്യോ ക്യാമറ തിരിഞ്ഞു പോയി. വീടല്ലേ. അപ്പോൾ നമ്മൾ ജേണൽ സെറ്റ് നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സൈഡിൽ കൊണ്ടുവെക്കാം. നമുക്ക് അടുത്ത അൺബോക്സ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇനി അടുത്ത നമുക്ക് അൺബോക്സ് ചെയ്യാം. ക്യാമറ അടുത്ത ഇതിൽ രണ്ടര ബാക്കിയുള്ളത് എന്ന് പറയുന്നത് എന്താ? ഇതിനകത്ത് മാർക്കറുണ്ട് സംഭവം. രണ്ടര ബാക്കി. ജേണൽ ഡയറി. അയ്യോ ഇത് ലാസ്റ്റ് ടൈപ്പ് ഇതല്ലേ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് വരുന്നത്. ഇതാണ് എൻ്റെ ക്യൂട്ടായിട്ടുള്ള ഡയറി എന്ന് പറയുന്നത്. നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡയറിയാണിത്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രീമാണ്. ഇവിടെ ഇങ്ങനെ പപ്പിക്കൊട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചട്ട ഇങ്ങനെ മാറ്റിയാൽ നല്ല വാമാണ് മറ്റൊരു ഇതുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചട്ടയാണ് എനിക്ക് ചട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ തുറക്കുന്നതിന് ആദ്യം കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അന്ന് വാങ്ങിയപ്പോൾ ഒന്നും കൊടുത്തില്ല. പിന്നെയാണ് ശേഷം ഇതാണ് എൻ്റെ ആദ്യം ഇത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഫ്ലവർ, പിന്നെ ഇങ്ങനൊരു, പിന്നെ ഫ്ലവർ കൊടുത്തു, പിന്നെ ഇവിടെ വട്ടത്തിലുള്ള സംഭവം, പിന്നെ ഇവിടെ ഞാൻ ഫ്ലവർ കൊടുത്തു, പിന്നെ ഇതൊരു ക്യൂട്ടായി കാണാൻ, പിന്നെ രണ്ട് സ്റ്റിക്കറാണ്, പിന്നെ ഇതൊരു റൗണ്ട് കളറിൽ ഇതാണ്. അപ്പോൾ ഇത്രയും ഞാൻ ഇതിൽ ചെയ്തു. ഞാൻ കുറച്ച് പേജ് ചെയ്തില്ല, അത്രയും ഞാൻ കാണിച്ചു തരാം. ഇത്രയൊക്കെ ഞാൻ ചെയ്തു, ഇത്രയും ചെയ്തു. ബാക്കി നമുക്ക് പിന്നീട് ചെയ്യാം. ഇതാണ് എൻ്റെ ചോണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് ലാസ്റ്റ് വരുന്നത് ഇതാണ്. ലോട്ടുകളെല്ലാം പോയി ചുറ്റിയ അവിടെയും അടുത്തി. അപ്പോൾ ഇതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള മാർക്കറാണ്. ഇങ്ങനെ പേഴ്സ് പോലെ തുറക്കാം. തുറന്ന ശേഷം ഇതിൻ്റെ ഫ്രീ കളർ പിങ്ക് എടുക്കാം. ഇത് കുറച്ച് ലൈറ്റാണ് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഈ കളർ വരുന്നത്. നല്ലതാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. സോ ദിസ് ഈസ് മെഹ്ല ഹാരിസ്. സോ ബൈ.